എനിക്ക് ഒരു ദിവസത്തെ വർക്കേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോൾ എൻ്റെ അവിടെ കോളേജിൽ ഹീര കോളേജിൽ ഇത് വേണം, ഓഫീസ് റൂം 15,000 രൂപ അവിടെ വാടക, എനിക്ക് കോട്ട്, ഇതൊക്കെ കോട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഈ ഡോക്ടർ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉള്ളത് കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ കോട്ട് വാടക എടുക്കണം, എൻ്റെ കാരവാൻ വേണം, അല്ലെങ്കിൽ വലിയ ഫോർച്യൂണർ അല്ലെങ്കിൽ ബെൻസ് അങ്ങനത്തെ വണ്ടികൾ വേണം. അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് ഇവരെന്ത് ചെയ്യും, എൻ്റെ സീൻസ് മൊത്തം എടുത്ത് തീർക്കും, അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടും. കൂടും. അതുകൊണ്ട് ഞാൻ ജോയ്സ് സാറോടൊക്കെ പറഞ്ഞ് എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, നിങ്ങൾ അങ്ങനെ പോയിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും. അവസാനം എൻ്റെ ഗുണ്ടക്ക് 14 ദിവസത്തെ വർക്കും എനിക്ക് ഒരു ദിവസം. ഞാൻ ജോയ്സ് സാറോട് ചോദിച്ചു, പറഞ്ഞു ഞാൻ സാറേ എനിക്ക് ഗുണ്ടയാക്കി തരാം പറഞ്ഞ്. ആന്നേ ചേട്ടാ, ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമുക്ക് 2 വാക്ക് ചേട്ടനെ പറ്റി ആരോട് ചോദിക്കാൻ പറഞ്ഞാൽ ചേട്ടൻ ആരുടെ പേര് പറയും? ഇപ്പൊ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റിയ സ്വാതന്ത്ര്യമുള്ള, ഏത് പച്ചപ്പാതിരാത്രിയും വിളിച്ച് 2 തെറി പറയാനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഫ്രണ്ട് ആരാന്ന് വെച്ചാൽ ആരുടെ പേര് പറയും? മനീഷിനെ വിളിക്കാം. പിന്നെ നമ്മള് ഇപ്പൊ അടുത്ത അൻസാജ് ഡയറക്ടറാണ്. മരതകം എന്ന് പറഞ്ഞിട്ട് ഇപ്പം അടുത്ത് ഇറങ്ങാൻ വേണ്ടി പോകുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിപിൻ ഒരു പടം ഇറങ്ങാൻ വേണ്ടി പോകുന്നു. മരതകം അതിന്റെ ഡയറക്ടറാണ്. നമ്മൾ ഇവര് ടീംസൊക്കെ ഇവിടെ വാഴക്കാലയാണ് താമസിക്കുന്നത്, ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. നമ്മൾ വൈകുന്നേരം അവിടെ പോയി കഥ പറച്ചിലും ഇതൊക്കെ ആയിട്ട് സിനിമാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടാണ് പരിചയപ്പെട്ടത്. പക്ഷേ ഈസ് എ ഗുഡ് ഗൈ. അതുകൊണ്ട് എൻ്റെ ഒരു നല്ല സുഹൃത്തായിട്ട് ഞാൻ കൂട്ടിയിരിക്കുന്ന ഒരാളാണ്, മനസ്സിലാക്കുന്ന ഒരാളാണ് അൻസാജ്. മേ ബി ഒരു ഡയറക്ടറും റൈറ്ററും ഒക്കെ ആയതുകൊണ്ടായിരിക്കും. അൻസാജ് ഉണ്ട്, തോമസ് കുട്ടി ഉണ്ട്, വിളിക്കാൻ വിളിക്കും. തോമസ് കുട്ടീനെ വിളിച്ച് കഴിഞ്ഞാൽ പക്ഷേ ആദ്യം ആലോചിക്കേണ്ടത് അവൻ ആദ്യം എടുത്ത ഉടനെ ഒരു തെറി വിളിക്കും. ഒരു തെറിയിലാണ് അവൻ തുടങ്ങുന്നത്. സെൻസർ ചെയ്ത് വിടേണ്ടി വരും നമ്മള്. സെൻസർ ചെയ്തു. പക്ഷെ നിങ്ങളെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ നമ്പർ വിളിച്ചോ, അല്ലെങ്കിൽ ഉറപ്പാണ് ഫസ്റ്റ് തെറി അവന്റെ. SmileyTrips.com, India's #1 travel and tourism company. നിങ്ങളുടെ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പ്ലാനുകൾ സുഗമമായി ക്രമീകരിക്കും SmileyTrips.com. കൂടുതൽ വിവരങ്ങൾക്ക് SmileyTrips.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മനീഷ എടാ, ഞാനിവിടെ ഒരു തെറി വിളിക്കല്ലേ, ഞാനിവിടെ ഒരു ഇന്റർവ്യൂലാണേ. അപ്പോൾ പിന്നെ ഇവർക്ക് എന്നെപ്പറ്റി നവീൻ വിളിച്ചോണ്ടിരിക്കുന്നത്, എന്നെപ്പറ്റി എന്തോ നിന്റെ അടുക്ക ചോദിക്കണം എന്ന്. നിങ്ങളെ കൂട്ടുകാരെ ആരെയും വിളിക്കുന്ന പറഞ്ഞിട്ട് വിളിച്ചാണ്. ഞാനിത് ഗദ്ദാഫിക്ക് കൊടുക്കാം. ചേട്ടാ ഹായ്, എൻ്റെ പേര് ഗദ്ദാഫി എന്നാണ്. ഞാൻ മൈൽസ് ഓൺ മേക്കേഴ്സ് എന്ന ചാനലിലെ ആങ്കറാണ്. ഞങ്ങള് ജിഷിൻ ചേട്ടന്റെ സുഹൃത്തുക്കളെ പറ്റി ചോദിച്ച സമയത്ത് മനീഷ് ചേട്ടന്റെ പേര്, നവീൻ ചേട്ടന്റെ പേരൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞു റിസ്ക്കാ വിളിക്കുന്നത്, കാരണം വിളിച്ച ചിലപ്പോ പച്ച തേക്ക് ആയിരിക്കും കേൾക്കുന്നത്. മനീഷ് അങ്ങനെ വിളിക്കുന്നത്, മനീഷ് വിളിക്കുന്നില്ല, മനീഷ് പാവം വിളിച്ചാണ്. മനീഷ് ചേട്ടാ, അപ്പോ പുള്ളിക്കാരനെ പറ്റി നമുക്കൊന്ന് ആധികാരികമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ടാ ചേട്ടനെ വിളിച്ചത്. ഈ ജിഷിൻ ചേട്ടനെ പറ്റി ആസ് എ ഫ്രണ്ട് എന്താ മൊത്തത്തില് നമ്മളുടെ അഭിപ്രായം എന്താണ്? പുള്ളിക്കാരനെ പറ്റി ഒരു 3 കാര്യങ്ങൾ പുകഴ്ത്തി പറഞ്ഞു തന്നിട്ട് ഒരു 5 കാര്യങ്ങൾ കുറ്റവും പറഞ്ഞാൽ മതി. 3 കാര്യങ്ങൾ പുകഴ്ത്തി പറഞ്ഞു, 2 കാര്യങ്ങൾ അതെ. അല്ല, നെഗറ്റീവ് ഒന്നും പറയാൻ കാണില്ല, നെഗറ്റീവേ ഉള്ളൂ. എന്ത് ചേട്ടൻ മനസ്സ് പറഞ്ഞോ? മനസ്സിലായി. എടാ, ചേട്ടന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തിട്ടോ ജിഷിനെ പറ്റിയുള്ള? ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ പറയണ, എന്റെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്, അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ ആദ്യം നല്ലത് പറഞ്ഞേക്കാൻ തോന്നുന്നല്ലേ? ആദ്യം നല്ലത് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ കുറെ കുറ്റം പറയാം. അല്ല, പിന്നെ നല്ലത് പറഞ്ഞാൽ എന്താ പറയാ, ഒരു വാക്കുണ്ടല്ലോ, ഈ കെട്ടവനക്ക് നല്ലവനും നല്ലവനക്ക് കെട്ടവനുമാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നല്ല ആൾക്കാർക്ക് ചിലപ്പോ അവൻ വൃത്തികെട്ടവനായി തോന്നും. പക്ഷെ പിന്നെ എന്നെ പോലെയുള്ള അവന്റെ അതേ സ്വഭാവമുള്ള, ഏറെക്കുറെ അതേ സ്വഭാവമുള്ള ആൾക്കാർക്ക് അവൻ നല്ലവൻ തന്നെ. അതായത് പ്രേമിച്ച നമ്മള് തല കയറ്റി വെക്കും, ഇല്ലെങ്കിൽ നമ്മളുടെ കാലിനടിയിലായിരിക്കും. അതെ, ഉള്ളതങ്ങ് മുഖത്ത് നോക്കി പറയും, അതിന് യാതൊരു മടിയുമില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെക്കാട്ടും കൂടുതൽ ശത്രുക്കളാണ്. അങ്ങനെ ഒരു ടോക്ക് ഉണ്ട് ചേട്ടാ മൊത്തത്തില്, ശത്രുക്കളുണ്ടെന്ന്. അത് ഈ മുഖത്തോക്കി പറയുന്നുണ്ടോ? ഓക്കെ. പിന്നെ വേറൊരു ഇത് ഒരു തമാശയാണ്, ഇത് സീരിയസ് ആയി ഞാൻ കാണാം. എനിക്ക് അവന്റെ നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് വെച്ചാൽ അവന്റെ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ്. എന്ത് കാര്യത്തിലുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര. ഇപ്പൊ സത്യം പറഞ്ഞാല് ഇപ്പൊ ഞാൻ അത്യാവശ്യം പാട്ട് പാടാനും
അത്യാവശ്യം ഡാൻസ് ചെയ്യാനും അറിയുന്ന ഒരാളാണ്. ഞാൻ വേറെ കൊണ്ടല്ല, ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് ചെറുപ്പം പോലെ. ഇപ്പൊ ജിഷിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിച്ചില്ല. അവനൊരു ആഗ്രഹവും അവന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ് അവൻ അഭിനയിക്കാൻ വന്നത്. ഇപ്പൊ അങ്ങനെയുള്ള ജിഷിൻ ഈ ഡാൻസ് റിയാലിറ്റി ഷോക്കൊക്കെ എന്നെ വിളിച്ചിട്ട് എടാ വാടാ നമുക്കൊരു ഡാൻസ് റിയാലിറ്റി ഷോ ഉണ്ട് നീ വാ എന്ന് പറയുന്നത്. അതായത് ഡാൻസിന്റെ ടാ പോലും അറിയാത്ത ജിഷിനാണ് അത്രയും കോൺഫിഡൻസ് ഒക്കെ തന്നിട്ട് ഒരു ഷോയ്ക്ക് വേണ്ടി വിളിച്ചു പോകുന്നത്. അതിന്റെ ഒരു കോൺഫിഡൻസ് ലെവല് മനസ്സിലാക്കിയത്. ചേട്ടൻ രണ്ട് ഡാൻസ് കളിപ്പിച്ച് ചേട്ടൻ വിടുന്നുള്ള പാട്ട് പാടും പാട്ട് പാട്ട് പാടും അത് ഫുൾ കോൺഫിഡന്റ് നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടാതിരിക്കും, അതൊന്നും ഒരു വിഷയമല്ല. പുള്ളി പാടും, അത് പാടും. അതൊരു നല്ലൊരു എന്താ പറയണ്ട നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ആത്മാർത്ഥമായിട്ട് അവന്റെ കൂടെ ജെന്യൂനായിട്ട് നിൽക്കുന്നവരോട് അവൻ വളരെ ഇനി എന്താ പോരായ്മകൾ എന്താ പുള്ളിക്കാരൻ മാറ്റേണ്ട എന്തെങ്കിലും കുറ്റം പറഞ്ഞ ആസ് എ ഫ്രണ്ട്? ഇനി ആള് തിരുത്തേണ്ട അല്ലെങ്കിൽ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ. മാറ്റേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ആസ് എ ഫ്രണ്ട് സഹിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പുള്ളിക്കാരന്റെ. സഹിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. എല്ലാവരെയും എന്താ പറയണ്ട ഒരുപോലെ കാണാൻ പാടില്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും നമുക്ക് ബോധം നിൽക്കുന്നവര് തന്നെ പണിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ അതിന്റേതായ ഒരു സെൻസോട് കൂടി കാണണം. ഇപ്പൊ ഒരാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കാതിരിക്കുക ഒരു പാഠമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ചിലവരോടൊക്കെ ഇഷ്ടം കൂടുതൽ കൊണ്ട് അവർ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ചിലപ്പോൾ അന്ധമായിട്ട് വിശ്വസിക്കും. പക്ഷെ നാളൊരു പണി വരുമ്പോ തിരിച്ചത് ഉൾക്കൊള്ളാനുള്ളൊരു മെന്റാലിറ്റി ഉണ്ടാവണം. അതൊരു അവന്റെ ഒരു സത്യം പറഞ്ഞ പോരായ്മ തന്നെ വേണം പറയാം. പിന്നെ ഇച്ചിരി ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കാൻ പഠിക്കണം അല്ലേ? തുറന്ന് അത്രയും തുറന്ന് സംസാരിക്കരുത് ആളുകൾ. നിൽക്കാൻ പഠിക്കണം. പക്ഷേ കണ്ണൂരുകാർക്ക് അതില്ല. നിഷ്കളങ്കന കുറച്ച് കൂടുതലാണ്. ഞാൻ സത്യം പറഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ തുടക്കത്തിലൊക്കെ ഇവരെ പോലെയാണ്. പക്ഷെ എന്താ പറയുക പെട്ടെന്നൊരു ഷോർട്ട് ടെമ്പേർഡ് ഒന്നും അല്ലേ ഞാൻ. പക്ഷെ ഞാൻ ഇതുപോലെ തന്നെയാണ്. ഇപ്പം കൂടെ നിൽക്കുന്നവരെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും അല്ലെങ്കിൽ പറഞ്ഞ പോലെ അത്രയധികം ക്ലോസ് ആക്കി നടക്കാനൊക്കെ ഉള്ള ആളാണ്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഞാനും എന്റേതായ രീതിയിൽ ഞാനും മനസ്സിലാക്കി ഇങ്ങനെ നമ്മളൊരു ആത്മാർത്ഥ കാണിക്കുന്നതിൽ കാര്യമില്ല. കാരണം തിരിച്ച് അവിടുന്ന് കിട്ടുന്നതിൽ പിന്നെ അതിന്റെ കാര്യമില്ല. ഈ ജിഷിൻ ചേട്ടനെ പറ്റി ഓർക്കുന്ന സമയത്ത് എപ്പോഴും ചിരി വരുന്ന കാര്യം എന്താ? അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളിക്കാരൻ കാണിച്ച അമ്മളിയോ എന്തെങ്കിലും പൊട്ടത്തരോ അങ്ങനെ എന്തെങ്കിലും എപ്പോഴും പുള്ളിക്കാരനെ പറ്റി ആലോചിച്ച് സംസാരങ്ങളിലാണ് കോമഡി. കാരണം എടുത്തു പറയാൻ പ്രത്യേകിച്ച് നമുക്ക് ആലോചിച്ച് പറയാം. അത് എന്ന് കണ്ടു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ തമാശകൾ അവിടെ ഇവിടെ ഉണ്ടാവും, ഉറപ്പാണ്. അത് നമ്മൾ 2-3 സുഹൃത്തുക്കളുണ്ട്. ഇതിന്റെ ഇടയിൽ വരുമ്പോ ാണ് അത് ഏറ്റവും കൂടുതൽ. ആ സമയത്ത് പ്രത്യേകിച്ച് നമ്മളൊരു ഷോ ഒക്കെ ചെയ്ത സമയത്ത് നമ്മളൊരു ഡാൻസ് റിയാലിറ്റി ഷോ ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ ഒരു എന്താ പറയണ്ട ഒരു ഗ്യാങ് ആയിട്ട് നമ്മളൊരു 2-3 മാസം ഒരുമിച്ചുണ്ടായിരുന്നു. മാസമല്ല ഒരു 4-5 മാസമായിട്ട് റിഹേഴ്സലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നടക്കുന്ന ഒരുപാട് ഈ സ്പോട്ടായിട്ട് ആലോചിക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കട്ട് ചെയ്തിട്ട് കളയേണ്ടി വരും. സെൻസർ ചെയ്യേണ്ടി വരും. നമ്മള് അത് സെൻസർ ചെയ്ത് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നല്ല ഫ്രണ്ടാ, നമ്മളുടെ കൂടെ നിന്നോളൂ എപ്പോഴും കട്ടക്ക്. എന്തായാലും ചേട്ടാ സന്തോഷം കേട്ടാ. അതായത് നമ്മുടെ സിനിമയിലേക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ചേട്ടനെ പോലെ തന്നെ പുള്ളി തുടക്കം വന്നപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുന്നത്. ഇപ്പോഴും ഏതാണ്ട് വലിയ പിന്നെ വരത പറയായിരുന്നു അവള് പിന്നെ LKG പഠിക്കുമ്പോ മുതൽ കാണാൻ തുടങ്ങി. അന്നതുപോലെ തന്നെ മനീഷ് ചേട്ടാ നിങ്ങളെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ കാണുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലേ LKG പഠിക്കുമ്പോൾ മുതൽ. ഇപ്പൊ സ്ഥിരം പറയാന്ന് വെച്ചാൽ എന്നെ എപ്പ കണ്ടു കഴിഞ്ഞാലും വേണം ഞാൻ നേഴ്സറി പോകുമ്പോ തൊട്ട് തന്നെ പറഞ്ഞിട്ടാണ് എന്നെ കളിയാക്കല്. അടിപൊളി. അപ്പൊ ചേട്ടാ സംസാരിക്കാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ സീരിയലിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. ഇതുപോലെ തുറന്ന് ഇതുപോലെ പേഴ്സണലി സംസാരിക്കാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ ബൈ. എന്തെങ്കിലും പറയാനുണ്ടോ? ബാക്കി ഞാൻ വിളിക്കുമ്പോ തരാടാ നിനക്ക് കേട്ടാടാ. ബാക്കി ഞാൻ വിളിക്കുമ്പോ തരാം. ഇപ്പൊ പറഞ്ഞേക്കാവേ. ഓക്കെ, നിന്നെ പറ്റി അതിന് മോശമൊന്നും ഇല്ലല്ലോടാ. ഞാൻ നോക്കട്ടെ. നീ ഉണ്ടല്ല സൽഗുണ സമ്പന്നനായിട്ടുള്ള ഒരുത്തൻ. വെച്ച് പോടാ. താങ്ക്സ് രാമുത്തേ. താങ്ക് യു. അതാണ് അപ്പൊ നമ്മളുടെ മനീഷ് നമ്മളുടെ ആത്മാർത്ഥ എന്താ പറഞ്ഞ പിന്നെ നിഷ്കളങ്കനാണ്. വിശ്വസിക്കാൻ പറ്റും. സത്യം. ഞാൻ എല്ലാവരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. ഞാൻ സത്യം ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കും.
വെറും മണ്ടനാണ് ഞാൻ. എന്നെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കുറേ പേര് പറ്റിച്ചിട്ടുണ്ട്. കുറേ പേര് പൈസയായിട്ടും പറ്റിച്ചു, അല്ലാണ്ടും പറ്റിച്ചിട്ടുണ്ട്. കുറേ പേര് പറ്റിച്ചിട്ടുണ്ട്. പറ്റിക്കാൻ എളുപ്പമാണ്. നമ്മളെ വിചാരം, എൻ്റെ വിചാരം ഭയങ്കര കണ്ണിങ് ആണ്, എന്നെ ഇതാക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് എൻ്റെ വിചാരം. പക്ഷെ എന്നെ പറ്റിക്കാൻ നല്ല ഏറ്റവും എളുപ്പം. എന്നെ മാത്രമല്ല, ബേസിക്കലി നമ്മളെ കണ്ണൂർക്കാരുടെ വിചാരം വലിയ പുലികളാണെന്നാണ്. പാവങ്ങളാ പറ്റിക്കാൻ ഭയങ്കര എളുപ്പം. ശുദ്ധന്മാരാ. പക്ഷെ ഞാൻ അത്ര ശുദ്ധമൊന്നുമല്ല കേട്ടോ. ആ ലെവലാതി എന്നാലും പറ്റിക്കാൻ എളുപ്പം. ഇനി ചേട്ടാ മറ്റേ കാര്യം, പാട്ട്. ഏത് പാട്ട്? പുള്ളിയാരല്ലേ പാട്ട് പാടും? തൊണ്ട പോയി കിടക്കുന്ന പിന്നെ ചൂടുവെള്ളം വേണം. ചൂടുവെള്ളം പിടിച്ച പാട്ട് പാടാ. ഏതാ പാട്ട് പാടും? ഇച്ചിരി ഇച്ചിരി ഓളമുള്ള പാട്ട് പാടിക്കോ. നമ്മളിവിടെ എന്താ പറയാ, എനിക്ക് പാട്ടിന്റെ ലിറിക്സ് ഒന്നും ചേട്ടൻ ഉണ്ടാക്കി പാടിയോ? കറക്റ്റ് ശുദ്ധ സംഗീതം ആരും നിർബന്ധം പിടിച്ചില്ല. അന്ന് പിന്നെ ഇത് വേറെ ലെവൽ. അതാ വേണ്ടേ? ഇല്ല പാട്ടൊന്നും പാടില്ല, ഭയങ്കര ബോറായിരിക്കും എനിക്ക്. എൻ്റെ ചേട്ടൻ നല്ലോണം പാടും. എൻ്റെ ചേട്ടന് നല്ലോണം പാട്ട് പാടും. അതൊക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ നോക്കട്ടെ, ഞാൻ ഇങ്ങനെ ആലോചിച്ച് നമുക്ക് അതിനിടയിൽ എപ്പോഴെങ്കിലും എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. സീരിയലിലെ നായകനായാലും നായികയായാലും അവർക്ക് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ വീട്ടിലെ ഒരു താരം അല്ലെങ്കിൽ വീട്ടിലെ ഒരു വ്യക്തി എന്നൊരു പരിഗണനയാണ് എപ്പോഴും ലഭിക്കാറുള്ളത്. നമ്മൾ വർഷങ്ങളായി കണ്ടുവരുന്ന വില്ലന്മാരെയും നായകന്മാരെയും ഒക്കെ നമുക്ക് ഇപ്പോഴും വലിയ ഇഷ്ടമാണ്. അങ്ങനെ വില്ലൻ വേഷത്തിലൂടെ മിനി സ്ക്രീനിലേക്ക് എത്തി പിന്നീട് നായകനായും സഹനടനായും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിയ നടനാണ് ജിഷിൻ മോഹൻ. മിക്കപ്പോഴും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ആരാധകരുടെ ശ്രദ്ധ നേടിയിട്ടുമുണ്ട് ജിഷിൻ. അടുത്തിടെ വ്യക്തി ജീവിതത്തിലെ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയും ജിഷിൻ വാർത്താക്കോളങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. നടി വരദയുമായുള്ള വിവാഹമോചനം മുതൽ നടി അമേയ നായർ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം വരെ ജിഷിൻ അന്നൊക്കെ തുറന്നു പറഞ്ഞിരുന്നു. തന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ തന്റെ അച്ഛന്റെ കാര്യവും പറയാറുണ്ട്. തുറന്ന് സംസാരിക്കുന്ന പ്രകൃതം തനിക്ക് തന്നെ പലപ്പോഴും വിനയായിട്ടുണ്ടെന്ന് ജിഷിൻ പറയാറുണ്ട്. തന്റെ വിവാഹബന്ധം തകർന്നതിനെക്കുറിച്ചും ജീവിതത്തിൽ പറ്റിയ പിഴവുകളെക്കുറിച്ചുമെല്ലാം നടൻ സംസാരിച്ചിട്ടുണ്ട്. പുറമേക്ക് കാണുന്നത് പോലെ അല്ല പലരും എന്നാണ് ജിഷിൻ പറയാറുള്ളത്. സീരിയലുകളിൽ ചിലരുടെ ഇടപെടൽ കാരണം തനിക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ജിഷിൻ മോഹൻ പറയാറുണ്ട്. ഒരു പുതിയ വർക്ക് ലഭിച്ചാൽ ആരോടും പറയാൻ പാടില്ല. പ്രോജക്റ്റ് ടെലികാസ്റ്റ് ആയാൽ മാത്രമേ പറയാവൂ, അല്ലെങ്കിൽ അവസരം നഷ്ടപ്പെടും. ഷൂട്ടിങ്ങിനെത്തിയ ശേഷം പോലും തന്റെ സീരിയലിൽ നിന്ന് മാറ്റിയ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നടൻ അന്ന് പറഞ്ഞു.